ഈ പലപ്പോഴും ഈ ഗ്യാസ് ട്രബിളും ബ്ലോട്ടിങ്ങും ഇങ്ങനെ പുളിച്ചു തേട്ടലും ഏമ്പക്കവും എക്കിട്ടും ഇത്തരം പല പല പ്രശ്നങ്ങൾ ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട് വരുന്ന പല പല രോഗാവസ്ഥകൾ വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം തെറ്റായ ഭക്ഷണ രീതി തന്നെയാണ്, സംശയമൊന്നുമില്ല, തർക്കമില്ല. കാരണം നിങ്ങളുടെ ദഹനശക്തിക്ക്, നിങ്ങളുടെ ശരീരത്തിന് ദഹനേന്ദ്രിയ വ്യൂഹത്തിന് ദഹിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷിക്കുക, ഓവർ ഈറ്റിംഗ്, ഇത് ഇതിനൊരു കാരണം തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ ദഹനശക്തി കുറഞ്ഞിരിക്കുക, നമ്മുടെ ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കാതിരിക്കുക, ഈ അവസ്ഥയിലും ദഹനം ശരിയാവണം നടക്കാതെ വരും. അങ്ങനെയാണെങ്കിൽ ദഹനത്തെ ശക്തിപ്പെടുത്തുന്ന, ദഹനേന്ദ്രിയ വ്യൂഹത്തെ ശക്തിപ്പെടുത്തുന്ന, ദഹനം ശരിയാവണ്ണം നടക്കുന്ന രീതിയിൽ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായകരമായ ചില പഴവർഗ്ഗങ്ങളുണ്ട്. ഇത് നിത്യേനയുള്ള നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ദഹനേന്ദ്രിയ വ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്നതിനും ദഹനം ശരിയാവണ്ണം നടക്കുന്നതിനും അതുവഴി ഇത്തരം ഗ്യാസ് ട്രബിളും ബ്ലോട്ടിങ്ങും ഏമ്പക്കവും ഇത്തരം പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധി വരെ സഹായിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് ഇനി പറയുന്ന പഴങ്ങൾ നിങ്ങൾ നിത്യേന ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും സഹായകരമായിരിക്കും. ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ ഒരു രോഗാവസ്ഥയായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം കൃത്യമായിട്ടുള്ള ഔഷധങ്ങൾ സേവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ പഴങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദഹനത്തിന് സഹായകരമായ പഴവർഗ്ഗങ്ങളെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് പപ്പായനെയാണ്. പപ്പായ നമുക്ക് കേരളത്തിൽ ധാരാളമായിട്ട് സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പപ്പായ സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ ചെലവില് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സംഗതിയാണ്. പപ്പായയില് ഈ പ്രവർത്തനം നടക്കുന്നത് പപ്പൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്നതിന്, പ്രോട്ടീനുകളുടെ ദഹനം ശരിയാകുന്നതിന് പപ്പായ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സഹായകരമാണ്. അതുകൊണ്ട് തന്നെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിന്, കുറയ്ക്കുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നവര് ഒരു നേരത്തെ ഭക്ഷണത്തിൽ നല്ലൊരു ഭാഗം പപ്പായ ചേർക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. വെയിറ്റ് കുറയാനും സഹായകരമാണെന്ന് അർത്ഥം. ദഹനത്തിന് സഹായിക്കുന്ന അടുത്ത ഫലവർഗ്ഗമാണ് പൈനാപ്പിള്. പൈനാപ്പിള് ബ്രോമലൈൻ എന്ന എൻസൈം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ബ്രോമലൈൻ കണ്ടന്റും പ്രോട്ടീനെ ദഹിപ്പിക്കുന്നതിനും ദഹനത്തെ ഉത്തേജിപ്പിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. തീർച്ചയായിട്ടും ദഹനത്തെ സഹായിക്കുന്ന മറ്റൊരു പഴമാണ് വാഴപ്പഴം. ഇതില് ധാരാളമായിട്ട് ഉയർന്ന അളവില് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സോഡിയത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിനും വാഴപ്പഴം ഭക്ഷിക്കുന്നത് നല്ലതാണ്. കൂടാതെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലാംശം നിലനിർത്തുന്നതിനും വാഴപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട് വരുന്ന പലതരത്തിലുള്ള രോഗാവസ്ഥകൾ, ഉദാഹരണത്തിന് ജെർഡോ, ഗ്യാസ്ട്രൈറ്റിസ്, അതല്ലെങ്കിൽ IBS, IBD ഇത്തരം രോഗാവസ്ഥകളായിട്ട് വരുന്ന പേഷ്യൻസിനോട് ഞാൻ പൊതുവെ പറയാറുള്ള ഒരു നിർദ്ദേശമാണ് ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാനായിട്ട് പറയാറുണ്ട്. ഏത്തപ്പഴം പുഴുങ്ങിയോ ചുട്ടെടുത്തോ കഴിക്കുന്നത് ഇത്തരം രോഗാവസ്ഥയിൽ ഉണ്ടാവുന്ന വെയിറ്റ് ലോസ് നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു. ഒപ്പം തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം ലഭിക്കുന്നു. ഈ ഒരു രോഗാവസ്ഥ വഴി നിങ്ങൾ കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങൾ ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് കൃത്യമായിട്ട് നടക്കാതിരിക്കുന്നു. അതുവഴി ശരീരം മെലിയുന്നു. ഒപ്പം തന്നെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നു. ഇതിനെയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നതോ ചുട്ടെടുത്ത് കഴിക്കുന്നതോ സഹായകരമാവും. ഏത്തപ്പഴം ദഹിക്കാൻ അല്പം പ്രയാസമാണ്, ഗുരുവാണ്, മധുരരസമാണ്. അതുകൊണ്ട് തന്നെ പുഴുങ്ങാതെയോ ചുട്ടെടുക്കാതെയോ കഴിക്കുന്നത് ദഹനത്തെ തടസ്സപ്പെടുത്തുന്നതിന് ഇടയാക്കുന്നുണ്ട്. ഇത്തരം രോഗികൾക്കെല്ലാം തന്നെ ദഹനശക്തി കുറവായിരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. നേന്ത്രപ്പഴത്തിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. ഇതില് നേന്ത്രപ്പഴം ഏതേത് രീതിയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്, നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായിട്ട് നേന്ത്രപ്പഴത്തിന്റെ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാൻ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വയറ് നിറഞ്ഞതുപോലെ തോന്നും, ധാരാളം ജലാംശമുണ്ട്, ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് റോബസ്റ്റോ, ഞാലിപ്പൂവനോ ഒക്കെ കഴിക്കുന്നതും നല്ലതാണ്. വിശപ്പ് നിയന്ത്രിക്കുന്നതിനും സഹായകരമാകുന്നു. അതുവഴി ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും സാധിക്കുമെന്ന് അർത്ഥം. വൈറ്റമിൻ സിയുടെ കലവറ എന്ന് പറയാവുന്ന കിവി ഫ്രൂട്ട് നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ദഹനത്തെ സഹായിക്കുന്നുണ്ട്. കിവി ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള എൻസൈം പ്രോട്ടീനുകൾ ദഹിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഒപ്പം തന്നെ മലബന്ധവും വയറുവേദനയും ഒക്കെ തടയുന്നതിനും സഹായകരമാകുന്നുണ്ട്. മലബന്ധവും വയറുവേദനയൊക്കെ തടയുകയും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായ മറ്റു പഴങ്ങളാണ് സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി. ഇതൊക്കെ ഈ പഴങ്ങളിലൊക്കെ ധാരാളം ആന്റി ഓക്സിഡന്റ്സും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആപ്പിളില് ധാരാളം ജലാംശമുണ്ട്, ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമിത ശരീരഭാരവും കൊടവയറും ഒക്കെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. ദഹനം കൃത്യമായിട്ട് നടക്കുന്നതിന് സഹായകരമാകുന്നു. മലശോധനയും ഗ്യാസ് ട്രബിളും ഒക്കെ നിയന്ത്രിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട് ആപ്പിള് പതിവായിട്ട് കഴിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡന്റ്സും സമൃദ്ധമായിട്ട് ലഭിക്കാനും ഇടവരുന്നു. ആപ്പിൾ പോലെ തന്നെ വയറിന് ഒരു ഫുൾനെസ് തോന്നുന്നതിനും വിശപ്പ് നിയന്ത്രിക്കുന്നതിനും ദഹനം ശരിയാവണ്ണം നടക്കുന്നതിനും കൊടവയറും അമിത ശരീരഭാരം കുറയുന്നതിനും ഒക്കെ സഹായകരമാണ് തണ്ണിമത്തൻ. കാരണം ഇതിൽ ജലാംശം കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തണ്ണിമത്തനും പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് തീർച്ചയായിട്ടും സഹായകരമാവും. പക്ഷേ തണ്ണിമത്തന് അല്പം ശീതവീര്യമാണ്, നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ദഹനം തടസ്സപ്പെടാൻ ഇടയുണ്ട് എന്നുള്ളതുകൊണ്ട് രാവിലത്തെ ഭക്ഷണത്തിന്റെ കൂടെയോ ഉച്ചഭക്ഷണത്തിന്റെ കൂടെയോ കഴിക്കുന്നത് നന്നായിരിക്കും. രാത്രി കാലങ്ങളിൽ തണ്ണിമത്തൻ ഒഴിവാക്കുന്നതാണ് ഉചിതം. ദഹനം ശരിയാവണ്ണം നടക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ സിട്രസ് ഫ്രൂട്ട്സ്
ഫ്രൂട്ട്സിന്റെ അളവ് കൂട്ടണം. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നാരങ്ങയും മുന്തിരിയും ചെറുനാരങ്ങയും ഓറഞ്ചും ഇതൊക്കെ തന്നെ ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്, ഒപ്പം തന്നെ ധാരാളം വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊഴുപ്പുകൾ, അതായത് ആരോഗ്യകരമായ കൊഴുപ്പ്, ഹെൽത്തി ഫാറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബട്ടർ ഫ്രൂട്ട്, അവക്കാഡോ. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, ജലാംശവും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനത്തെ സഹായിക്കുകയും വയറുവേദനയൊക്കെ നിയന്ത്രിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. നാരുകൾ വളരെയധികം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ആരോഗ്യകരമായ കൊഴുപ്പും ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ടും അവക്കാഡോ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം അല്പം വ്യായാമം ഒക്കെ നല്ലതായിരിക്കും. രാത്രി കാലങ്ങളിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇത് കഴിക്കുക വഴി ദഹനം തടസ്സപ്പെടുന്നു എന്ന് തോന്നിയാൽ ഒഴിവാക്കുന്നതും നല്ലതാണ്. ദഹനേന്ദ്രിയ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ മറ്റൊരു പഴമാണ് പേഴ്സ്. പുറം രാജ്യങ്ങളിലൊക്കെ ഇത് കൂടുതൽ പ്രചാരത്തിലുണ്ട്. ലഭ്യമാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്ക് കേരളത്തിൽ സുലഭമായിട്ട് ലഭിക്കുന്ന മാമ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള അമൈലേസ് എന്ന ദഹനരസം എൻസൈം കാർബോഹൈഡ്രേറ്റുകളെ ദഹിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കേരളത്തിലൊക്കെ അരിയാഹാരം പരിചിതമായിട്ടുള്ളവര് ചോറോ മറ്റ് അരിയാഹാരങ്ങളോ കഴിച്ചതിന് ശേഷം 1-2 പീസെങ്കിലും മാമ്പഴം കഴിക്കുന്നത് ഈ കാർബോഹൈഡ്രേറ്റ് ദഹിച്ച് ശരിയാവണ്ണം ആഗിരണം ചെയ്യുന്നതിന് സഹായകരമാവുന്നുണ്ട്. മാമ്പഴത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാൻ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ. ഈ ദഹനശക്തി കുറവുള്ളവർക്ക് പൊതുവെ ബ്ലോട്ടിങ്ങും ഏമ്പക്കും ഗ്യാസ് ട്രബിളും കീഴ്വായു ശല്യം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, പൈൽസ് ഇത്തരം പ്രശ്നങ്ങൾ ഇതിനോടനുബന്ധിച്ച് കാണാറുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഏറ്റവും ഉചിതമായിട്ടുള്ള നിത്യേന കഴിച്ചിരിക്കേണ്ട പഴമാണ് അത്തിപ്പഴം. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, മലശോധനയ്ക്ക് സഹായകരമാവുന്നു, വയറുവേദനയും മറ്റ് ദഹന തകരാറുകളും പരിഹരിക്കുന്നതിനും ഒരു പരിധിവരെ സഹായകരമാവുന്നു അത്തിപ്പഴം പതിവായിട്ട് കഴിക്കുന്നത്. 1-2 എണ്ണം രാത്രി ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുൻപ് കഴിക്കുന്നത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് നന്നായിരിക്കും. ദഹനം കുറവുള്ളവരാണ്, പ്രായാധിക്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1-2 അത്തിപ്പഴം കഴുകിയെടുത്തതിന് ശേഷം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ രാവിലെ തന്നെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് വൈകുന്നേരങ്ങളിൽ നന്നായി ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. മലബന്ധം തടയുന്നതിനും മലവിസർജനം ശരിയാവണ്ണം നടക്കുന്നതിനും സഹായകരമായേക്കാം. IBS പോലുള്ള രോഗാവസ്ഥകളായിട്ട് കൺസൾട്ടേഷന് വരുന്ന രോഗികളോട് ഞാൻ നിർബന്ധമായിട്ടും കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാറുള്ള ഒരു പഴമാണ് മാതളപ്പഴം. അനാർ എന്ന് വിളിക്കും, പൊമഗ്രാനൈറ്റ്. ഇത്തരം രോഗാവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദിവസേന ഒരു മാതളപ്പഴമെങ്കിലും കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മാതളപ്പഴത്തില് ധാരാളം ആന്റി ഓക്സിഡൻസും നാരുകളും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരുപാട് രോഗാവസ്ഥകളിൽ ഫലപ്രദമാണ്. ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗാവസ്ഥയില് ഈ പഴവർഗ്ഗങ്ങൾ തീർച്ചയായിട്ടും സഹായകരമാവും. നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷിക്കുകയും ഒപ്പം തന്നെ ആവശ്യമുള്ള വെള്ളം കുടിക്കുകയും ചെയ്യണം. ഇത് തീർച്ചയായിട്ടും സഹായകരമാവും. എന്നിരുന്നാലും ഇതൊരു രോഗാവസ്ഥയായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരു കൺസൾട്ടേഷന് ശേഷം കൃത്യമായിട്ടുള്ള ഔഷധ സേവ ആവശ്യമായിട്ട് വരും. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പഴവർഗ്ഗങ്ങൾ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ദഹനത്തെയും മലവിസർജനത്തെയും സഹായകരമാവുന്നു. ഒപ്പം തന്നെ ഇത്തരം ഗ്യാസ് ട്രബിൾ, ബ്ലോട്ടിംഗ് ഇത്തരം പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഒരു പരിധിവരെ സഹായകരമാവും. ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ട് വരുന്ന പലതരം രോഗാവസ്ഥകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ചില വീഡിയോകൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.